നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ സ്ഥിരമായി കാണുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ ചന്ദ്രൻ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ശാന്തമായ വെളിച്ചത്തിന് പിന്നിലെ കഥ എന്തായിരിക്കുമെന്ന്? വരൂ, നമുക്കൊരുമിച്ച് ആ രഹസ്യങ്ങൾ തേടി ഒരു യാത്ര പോകാം. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ എത്രയോ തവണ ചന്ദ്രനെ നോക്കിക്കിടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ വെളുത്ത പ്രതലത്തിൽ എപ്പോഴെങ്കിലും ഒരു മുഖം പോലെയോ മറ്റെന്തെങ്കിലും രൂപമോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു കൗതുകത്തിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത്. ലോകത്ത് പലയിടത്തുമുള്ള ആൾക്കാർ ചന്ദ്രനിൽ പലതരം രൂപങ്ങൾ കാണാറുണ്ട്. ചിലർക്കത് ഒരു മനുഷ്യന്റെ മുഖം പോലെ തോന്നും, മറ്റു ചിലർക്ക് അതൊരു മുയലിനെ പോലെയും. അപ്പം നമ്മൾ എവിടെയാണെങ്കിലും ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഓരോ രൂപങ്ങൾ കണ്ടെത്തുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണല്ലേ? പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഈ ശാന്തമായ ചന്ദ്രമുഖത്തിന് പിന്നിലുണ്ടല്ലോ, അവിശ്വസിക്കാൻ പോലും പറ്റാത്ത ഭയങ്കര സംഘർഷം നിറഞ്ഞ ഒരു ഭൂതകാലമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചന്ദ്രന്റെ ആ രഹസ്യ ഉത്ഭവ കഥയിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചന്ദ്രന്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ അതിഭീകരമായ കൂട്ടിയിടികളിൽ നിന്നും വലിയ സ്ഫോടനങ്ങളിൽ നിന്നുമാണ്. നമ്മൾ കാണുന്ന ഈ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ കലാപത്തിന്റെ കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. ചന്ദ്രൻ ഉണ്ടായതിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ഗ്രാഫിക് നോവലിലെ രംഗങ്ങൾ പോലെയാണ് പലരും പറയാറുള്ളത്. ഒന്നാമതായി ഒരു ഭയങ്കര ആഘാതം, അതായത് ഒരു വലിയ ആകാശഗോളം നമ്മുടെ ഭൂമിയിൽ വന്നിടിക്കുന്നു. പിന്നീട് ആ ഇടിയുടെ ആഘാതത്തിൽ ചിതറിത്തെറിച്ച ഭാഗങ്ങൾ ഭൂമിക്ക് ചുറ്റുമൊരു വലയം പോലെയായി. അവസാനം ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം ഈ കഷ്ണങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മുടെ ഇന്നത്തെ ചന്ദ്രന് ജന്മം നൽകി. അപ്പോ ആ സംഘർഷം നിറഞ്ഞ തുടക്കത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തേക്ക് വരാം. ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ താളം എങ്ങനെയാണ്, അതിൻ്റെ ഈ കൃത്യമായ ചലനങ്ങളെ നമുക്കെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം? ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഒരു നേർരേഖയിലല്ല. അതിന്റെ സഞ്ചാരപാതയ്ക്ക് ഭൂമിയുടെ ഭ്രമണപഥവുമായി നോക്കുമ്പോൾ ചെറിയൊരു ചരിവുണ്ട്. നമ്മൾ കാണുന്ന പല ആകാശ പ്രതിഭാസങ്ങൾക്കും കാരണം ഈ ചെറിയ ചരിവാണ്. ഇനി ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ, അതായത് ഓരോ ദിവസവും ചന്ദ്രന്റെ രൂപത്തിൽ വരുന്ന മാറ്റമില്ലേ, അത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഐഡിയയുണ്ട്. ഒരു ഓറിയോ ബിസ്ക്കറ്റ് മതി. അമാവാസ്യ ഒരു മുഴുവൻ ബിസ്ക്കറ്റായി സങ്കൽപ്പിച്ചാൽ ഓരോ ഘട്ടത്തിലും ക്രീം കുറഞ്ഞും കൂടിയും വരുന്നത് ചന്ദ്രന്റെ ഓരോ കലകളെയും ഓർമ്മിപ്പിക്കും. ശാസ്ത്രം ഇങ്ങനെയൊക്കെ രസകരമായി പഠിക്കാമല്ലേ? ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഭാഗത്തേക്കാണ്, പൂർണ്ണ ചന്ദ്രഗ്രഹണം. ആകാശത്ത് നിന്ന് ചന്ദ്രൻ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന ആ നിമിഷം. യഥാർത്ഥത്തിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? സംഭവം വളരെ ലളിതമാണ്. സൂര്യനും ചന്ദ്രനുമിടയിലേക്ക് ഭൂമി കൃത്യമായി ഒരേ നേർരേഖയിൽ വരുന്നു. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള വെളിച്ചത്തെ ഭൂമി തടയുകയും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പൂർണ്ണമായി വീഴുകയും ചെയ്യുന്നു. ഇതിനെയാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഭൂമിയുടെ നിഴലിലാണെങ്കിൽ ചന്ദ്രൻ ശരിക്കും കറുത്തിരുണ്ടു പോകേണ്ടതല്ലേ? പിന്നെന്തുകൊണ്ടാണ് അത് മനോഹരവും എന്നാൽ അല്പം ഭയപ്പെടുത്തുന്നതുമായ ഒരു ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നത്? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ അതൊരു ഫിൽട്ടറുടെ കടന്നുപോകുന്നത് പോലെയാണ്. നമ്മുടെ അന്തരീക്ഷം നീല പോലെയുള്ള നിറങ്ങളെയൊക്കെ ചിതറിച്ചു കളയും, പക്ഷേ ചുവപ്പ് നിറത്തെ മാത്രം അരിച്ച് ചന്ദ്രനിലേക്ക് കടത്തിവിടും. ഈ ചുവന്ന തിളക്കത്തിന് പിന്നിൽ ഒരു കവിത പോലെയുള്ള അതിമനോഹരമായൊരു ശാസ്ത്രസത്യമുണ്ട്. ചന്ദ്രനെ ആരാണ് ആ സമയത്ത് പ്രകാശിപ്പിക്കുന്നത് എന്നതിന്റെ ആ അവസാന വെളിപ്പെടുത്തലിനായി തയ്യാറായിക്കൊള്ളൂ. ഈ ഒരു ഉദാഹരണം കേട്ടാൽ സംഭവം വളരെ വ്യക്തമാകും. ഒരു സ്റ്റേജിലെ സ്പോട്ട്ലൈറ്റിന് മുന്നിൽ ഒരു പ്രത്യേക നിറം കിട്ടാൻ നമ്മൾ കളർ ഫിൽട്ടർ വെക്കില്ലേ? അതുപോലെയാണ് ഇവിടെ ഭൂമിയുടെ അന്തരീക്ഷം പ്രവർത്തിക്കുന്നത്. അത് സൂര്യന്റെ വെളുത്ത പ്രകാശത്തെ അരിച്ചെടുത്ത് മനോഹരമായ ചുവപ്പ് നിറം മാത്രം ചന്ദ്രനിൽ പതിപ്പിക്കുന്നു. ഇതാണ് അവിശ്വസനീയമായ സത്യം. ആ നിമിഷം ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഭൂമിയിൽ ഒരേ സമയം നടക്കുന്ന എല്ലാ സൂര്യോദയങ്ങളുടെയും സൂര്യാസ്തമയങ്ങളുടെയും ആകെ വെളിച്ചമാണ്. അതായത് ഭൂമിയുടെ ഒരു വശത്ത് സൂര്യൻ ഉദിക്കുമ്പോഴും മറുവശത്ത് അസ്തമിക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ചുവന്ന പ്രകാശമില്ലേ, അതാണ് ചന്ദ്രനിൽ പ്രതിഫലിക്കുന്നത്. അതെ, നമ്മൾ കാണുന്നത് ഭൂമിയുടെ തന്നെ പ്രകാശമാണ്. അപ്പോ അടുത്ത തവണ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇതൊന്നോർക്കണം. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഇതുപോലെ അതിശയകരമായ ഓരോ കഥകളുണ്ട്. വെറുതെ മുകളിലേക്ക് നോക്കുന്നതിലൂടെ മാത്രം നമുക്ക് ഇനിയും എന്തെല്ലാം രഹസ്യങ്ങൾ കണ്ടെത്താനാകും, അല്ലേ? ചിന്തിച്ചു നോക്കൂ.